കേരളമാകെ തട്ടിപ്പ്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ചിലേക്ക്. 3 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുണ്ടായാൽ അത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. അനന്തു കൃഷ്ണനെതിരെയുള്ള പരാതിയുടെ എണ്ണം ആ സമയം 10,000-ത്തിനടുത്തേക്ക് അടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും സംഭവത്തെ ഇപ്പോൾ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അനന്തു കൃഷ്ണൻ എങ്ങനെയാണ് മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചതെന്നത് സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പ്രതി കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ മെസ്സേജ് അയച്ചത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പ്രശ്നങ്ങൾ സാധിക്കുകയില്ല, എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, കമ്പനികളുണ്ട്, അതുകൂടാതെ ധാരാളം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നെ പരമാവധി ഉപദ്രവിക്കരുത്. ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പോലീസുകാരുടെ സഹായം പ്രതിക്ക് ലഭിച്ചോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കേസുകളുടെ എണ്ണം ഒഴിവാക്കാൻ പോലീസ് ഉന്നതതലത്തിൽ ഇടപെടലുണ്ടോ എന്നതും പരിശോധിക്കുന്നു. അനന്തു കൃഷ്ണനെതിരെയുള്ള പരാതിക്കാരുടെ എണ്ണം 10,000 കവിയുമെന്നാണ് കണക്കുകൂട്ടൽ. 1,000 കോടിയുടെ തട്ടിപ്പാണ് വിലയിരുത്തപ്പെടുന്നത്. പോലീസുകാരുടെ ഭാര്യമാരും ജനപ്രതിനിധികളും വരെ തട്ടിപ്പിന് ഇരയായി. വൈകാതെ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. 3 കോടിയിൽ കൂടുതൽ രൂപയുടെ തട്ടിപ്പ് നടന്നാൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. അനന്തു കൃഷ്ണന് പുറമെ പ്രതിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകളുടെ ബാങ്ക് വിവരങ്ങളും പരിശോധിക്കും. സായിഗ്രാം ചെയർമാൻ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം.